പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തല ആക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും ശ്രേഷ്ഠവുമായ തിരുവെഴുത്താണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെ അനുസരിക്കുകയും ദൈവകൽപ്പന പ്രമാണിക്കുകയും ദൈവിക വഴിയിൽ നടക്കുകയും ചെയ്യുന്ന ദൈവമക്കളുള്ള ബന്ധത്തിൽ ദൈവം നൽകിയിരിക്കുന്ന പലസ്തീനിയൻ ഉടമ്പടിയുടെ ഭാഗമാണിത്. ഹല്ലേലൂയ. എന്നാൽ ആവർത്തനം 28-ന്റെ 15 തൊട്ട് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ ദൈവിക കൽപ്പന അനുസരിക്കാതെ, പ്രമാണം അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നവർക്ക് വരാൻ പോകുന്ന വലിയ പരാജയത്തെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ദൈവജനത്തെ ഒരിക്കലും കർത്താവ് തള്ളിക്കളയാതെ അവരുടെ സകല വിഷയങ്ങൾക്കും മറുപടി തന്ന് മാനിക്കുന്നവനാണ് നാം ആരാധിക്കുന്ന ജീവനുള്ള ദൈവമായിരിക്കുന്ന പഴയ നിയമത്തിൽ നാം പറയുന്ന യഹോവയായ ദൈവം. പുതിയ നിയമത്തിൽ ആ വചനമായ ദൈവം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്ത് 33.5 തിരുവയസ്സിൽ അമലിയ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച് അലവിയ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുതിട്ട് സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇന്നും ജീവിക്കുന്ന ദൈവം. അതുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നിങ്ങളോട് ഇന്ന് പകൽ എനിക്ക് പറയുവാനുള്ളത്, നീ ദൈവവചനം അനുസരിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. അതാണ് വചനം പറഞ്ഞത്. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ. ഹല്ലേലൂയ. അപ്പൊ നമ്മോട് കൽപ്പിക്കുവാൻ, പ്രമാണിപ്പാൻ, ആജ്ഞാപിക്കാൻ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. സൃഷ്ടാവായി ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയും ഇല്ലാത്തത് കൊണ്ട് ഞാനും നിങ്ങളും അവന്റെ കണ്ണിന്റെ മുമ്പിൽ നഗ്നവും അലർണമായി കിടക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് അവനുമായിട്ടാണ് കാര്യം. ഹല്ലേലൂയ. നീ ദൈവവചനം അനുസരിക്കുമ്പോൾ, ദൈവ കൽപ്പനകൾ പ്രമാണിക്കുമ്പോൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉടമ്പടിയുടെ ഭാഗമായി ഞാനും നിങ്ങളും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവം നമ്മെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. അല്ല മറുതരിക്കുന്നെങ്കിൽ നിങ്ങൾ താൽക്കാലികമായ വളർച്ചകൾ കിട്ടിയാലും പിന്നെ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത മാറ്റണം. ഇവിടെ പറയുന്നത്, കർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദത്തം തരിക. അതെന്താണ് വാഗ്ദത്തം? ഈ വചനം അനുസരിച്ച് നടന്നാൽ നിന്നെ വാലല്ല തലയാകും. ഹല്ലേലൂയ. മാത്രമല്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഈ വാഗ്ദത്തം വചനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അനവധി ദൈവമക്കളുടെ ജീവിതത്തിൽ പ്രായോഗികമായി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ ദൈവവചനം അനുസരിച്ചു. പിതാക്കന്മാർ അവരെ ദൈവിക പാതയിലൂടെ നടത്തി. അവർ വിശുദ്ധിക്ക് വേണ്ടി ജീവിച്ചു, വേർപാടിനെ കാത്തു പരിപാലിച്ചു. ഹല്ലേലൂയ. ഇന്ന് ദൈവസഭയ്ക്ക് വിശുദ്ധി എന്താണ്, വേർപാട് എന്താണെന്ന് അറിയില്ല. അറിയാമെന്നിനി നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ജീവിച്ച് കാണിക്കണം. പ്രസംഗിക്കുന്ന പ്രസംഗകരിൽ നല്ലൊരു ശതമാനം വേർപാടും വിശുദ്ധി ഇല്ലാത്തവര്, ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തിൽ വേർപാടും വിശുദ്ധി ഇല്ലാത്തവര്, വേർപാടും വിശുദ്ധി പ്രസംഗിച്ച സഭയ്ക്കകത്ത് ആള് കൂടുകയില്ലെന്ന് പറയുന്നവർ, വേർപാടും വിശുദ്ധി പ്രസംഗിച്ച സഭയ്ക്കകത്ത് ആള് പോകുമെന്ന് പറയുന്നവർ, വേർപാടും വിശുദ്ധി പ്രസംഗിച്ചാൽ ആളുകൾ വന്നില്ലെങ്കിൽ, സ്വോത്രകാഴ്ച തന്നില്ലെങ്കിൽ, ദശാംശം തന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നോർന്ന് ഭയപ്പെടുന്നുകൊണ്ട് പലരും വേർപാടും വിശുദ്ധി പ്രസംഗിക്കത്തില്ല. സഭയിൽ ചെല്ലുമ്പോഴേ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേരെ ഞാൻ വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് അവരെ അങ്ങനെ തേജോബോധം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, പിന്നെ അവരുടെ തൊഴിലങ്ങനെ ആയതുകൊണ്ടും, പണത്തിന് വേണ്ടി വയറിന് വേണ്ടിയുള്ള ശുശ്രൂഷ ആയതുകൊണ്ട് നമുക്ക് അവരെ അങ്ങ് വിട്ടേക്കാം.
എങ്കിലും വേർപാടും വിശുദ്ധിക്കും വേണ്ടി നിൽക്കുന്ന ചില ശക്തരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ കാലാകാലങ്ങളായി ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചിട്ടുണ്ട്. വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിപ്പോകാതെ ജീവിത വിശുദ്ധി പ്രാധാന്യം കൊടുത്തുകൊണ്ട് മക്കളെ പഠിപ്പിക്കുന്നതിലും ജീവിക്കുന്നതിനകത്തും വചനത്തിനകത്ത് ഉറച്ചു നിന്ന മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടുന്ന തലമുറ അനുഗ്രഹിക്കപ്പെട്ട പാമി കുടുംബമായി ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. അത് വെറുക്കുന്നവർ ഒരുപാട് പേരുമുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാം പറഞ്ഞ് ഫീസൊത്താ പോകുന്നേ. അമേരിക്കയിലേക്ക് വിളിച്ചാലും, അല്ലെങ്കിൽ ഫ്രാൻസിലേക്ക് വിളിച്ചാലും, ജപ്പാനിലേക്ക് വിളിച്ചാലും, ഇംഗ്ലണ്ടിലേക്ക്, ഇറ്റലിയിലേക്ക്, ജർമ്മനിലേക്ക് വിളിച്ചാലും ഞങ്ങൾക്ക് ഇത്ര തന്നാലേ ഞങ്ങൾ വരത്തുള്ളൂ. അത് തന്നെ ഞങ്ങളുടെ വന്നാൽ ഞങ്ങൾക്ക് പാർക്കുവാൻ 5 നക്ഷത്രം അല്ലെങ്കിൽ ഈ അതുപോലുള്ള ഹോട്ടലുകൾ വേണം. ഞങ്ങളുടെ തീറ്റി, ഞങ്ങളുടെ കുടിയെല്ലാം അതെല്ലാം ഞങ്ങൾക്ക്, പിന്നെ ഞങ്ങൾ ഇത്ര പേര് കാണും, ടീമായിട്ടാണെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ എനിക്ക് ഇത്ര ഫീസാണ്. അങ്ങനെയൊക്കെ ഇന്ന് ഈ പഴയ നിയമ കാലഘട്ടങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് തോന്നേ ഞാൻ ഈ സാധു ഒരു ഉപദേശിയുടെ പുസ്തകവും സാധു സുന്ദർ സിംഗിന്റെ പുസ്തകങ്ങളും ജോർജ് മുള്ളറുടെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്, വില്യം ഗീറിയുടെ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്. എന്തിനേറെ ഈ CS മാത്യു എന്നൊക്കെ പറയുന്ന ആളുകളുടെ ചരിത്രങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവരാരും പണ്ടത്തെ കാലഘട്ടത്തിൽ തുക പറഞ്ഞ് എഗ്രിമെന്റ് ചെയ്ത് പോയി പ്രസംഗിച്ച് പണം വാങ്ങി വന്നിട്ടുള്ളവരല്ല. അവർ കർത്താവിന് വേണ്ടി നിന്നവരാ. ഹല്ലേലൂയ. ഇന്ത്യയിലേക്ക് വന്ന വിദേശ മിഷണറിമാർ പണം പറഞ്ഞ് ഒത്ത് സമ്മതിച്ച് എഗ്രിമെന്റ് ചെയ്ത് വന്നവരല്ല ഇന്ത്യയിലേക്ക് വന്ന മിഷണറിമാർ. ഇന്ത്യയിലേക്ക് വന്ന മിഷണറിമാർ കർത്താവിന്റെ വചനം അറിയിക്കാൻ വേണ്ടി, ദൈവിക സന്ദേശം അറിയിക്കാൻ വേണ്ടി, രക്ഷയുടെ സന്ദേശം അറിയിക്കാൻ വേണ്ടി അവരുടെ ഉള്ളിൽ ദൈവം കൊടുത്ത് ആത്മഭാരം ഏറ്റെടുത്തുകൊണ്ട് ഭാരതത്തിലേക്ക് വന്ന ദുരിതങ്ങൾ, കഷ്ടതകൾ, കട്ടപ്പാടുകൾ ആമയൊക്കെ അനുഭവിച്ച് രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന വിദേശ മിഷണറാണ് ഇന്ത്യയിലേക്ക് വന്നത്. സുവിശേഷം അറിയിക്കാനാ വിദേശ മിഷണറിമാർ ഇന്ത്യയിലേക്ക് വന്ന് സുവിശേഷം അറിയിച്ചുവെന്ന് കൊട്ടിഘോഷിക്കുന്ന വേർപെട്ട കൂട്ടമേ, നിന്നോട് ഞാൻ ചോദിക്കട്ടെ, നീ വിദേശ രാജ്യത്ത് പോകുന്നത് ഇന്ത്യയിലേക്ക് വന്ന മിഷണറിമാരെ പോലെ നീ വിദേശത്ത് പോയി സുവിശേഷം പറയാനാണോ പോകുന്നത്? എനിക്കൊന്ന് പറയാമോ? അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന മിഷണറിമാർ സുവിശേഷം പറയാൻ വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, ഇന്ത്യക്ക് വേണ്ടി കണയോടെ പ്രാർത്ഥിക്കുവാൻ, ഇന്ത്യയുടെ എല്ലാ മൂലയിലും ഭാരതത്തിന്റെ എല്ലാ മൂലയിലും സുവിശേഷം എത്തിക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ നിങ്ങൾ വിദേശത്ത് പോകുന്ന എന്തിനാ? പണം ഉണ്ടാക്കാൻ പോകുന്നതല്ലേ? പണം ഉണ്ടാക്കാൻ പോകുന്നത് അവിടെ ഇന്ത്യയിലേക്ക് വന്ന വില്ലും കയറിയെ പോലെ അങ്ങനെയുള്ള അനവധി ഭക്തന്മാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. അവരെ പോലെ നിങ്ങൾ അവിടെ പോയി ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടില്ല. എന്നിട്ട് നിങ്ങൾ വാദവരാതെ പ്രശ്നം ഇത് പറയുന്നവരെ നിങ്ങൾ അടിച്ചൊതുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒതുങ്ങുന്നവരുണ്ട് കേട്ടോ. എന്നെ ഒന്നും ഒതുക്കാൻ നോക്കണ്ട. ഞാനൊന്നും നിനക്കൊന്നും ഒതുങ്ങത്തില്ല. കാരണം ദൈവത്തിന് ഒതുങ്ങിയാൽ മതി. ദൈവം എന്നെ ഒതുക്കിയെടുത്തതാ. ലോകത്തിന് മുമ്പിൽ ആർക്കും ഒതുങ്ങാതെ കിടന്നു. ദൈവം എന്നെ ചവിട്ടിക്കൂട്ടി ഒതുക്കിയെടുത്തെന്നൊക്കെ നമ്മൾ പറയാറ്. എന്ന് പറഞ്ഞാൽ ദൈവം എന്നെ ഒതുക്കിയെടുത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നുണ്ട്. ഇപ്പം ദൈവത്തെ ഭയപ്പെട്ടാൽ മതി. അതുകൊണ്ട് നിങ്ങളെയൊന്നും ഭയമില്ല. നീ യഥാർത്ഥത്തിൽ സുവിശേഷകനായി മാറും. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുന്ന ആത്മഭാരമുള്ളവനായി മാറണം. സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാതെ പൗലോസ് പ്രസംഗിച്ചതുപോലെ പണം നോക്കാതെ നിന്നെ അയക്കുന്ന രാജ്യത്ത് കടന്നുപോയി വിദേശ മിഷണറിമാർ ഇന്ത്യയിൽ വന്ന് സുവിശേഷത്തിന്റെ വിത്തുകൾ വിതച്ചതുപോലെ നീ വിദേശ രാജ്യങ്ങളിൽ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിൽ ചെന്ന് സുവിശേഷത്തിന്റെ വിത്തുകൾ വിതയ്ക്കണം. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഈ ഉഗാണ്ടയിലും മറ്റ് ഈ ആഫ്രിക്കയുടെ പല സ്ഥലങ്ങളിലും, ദക്ഷിണ കൊറിയയുടെ, ഉത്തര കൊറിയയുടെ സുവിശേഷം എത്താത്ത പല സ്ഥലങ്ങളിൽ കടന്ന് സുവിശേഷം അറിയിക്കുന്നവരുണ്ട്. മറ്റേതിലൊക്കെ ഉണ്ട് പണം വാങ്ങി വരുന്നവരുണ്ട്. ഫ്രൈസറോ, നിങ്ങൾക്കിതൊന്നും ഇഷ്ടപ്പെട്ടു. നമ്മൾ സുവിശേഷത്തിന് വാക്തമായി മാറണം. അങ്ങനെ നീ സുവിശേഷം അറിയിക്കുവാൻ വേർപാടും വിശുദ്ധി നീ കാത്തുപാലിക്കുമ്പോൾ, വിശുദ്ധ ജീവിതത്തിൽ നിൽക്കുമ്പോൾ, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിച്ച് നടന്നാൽ, ഈ ദൈവം ഈ വചനത്തിൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ചനെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കാം. വാഗ്ദത്തം ദൈവത്താൽ നിറവേറേണ്ടയാകും. പ്രൈസറോ അല്ലേ? ഒന്ന് മനസ്സാന്തരപ്പെടണം അല്ലേ? അപ്പൊ ദൈവം ഒരു വാഗ്ദത്തം തരുന്നത്, എന്റെ മകനെ, എന്റെ മകളെ, നിന്നെ വാലല്ല തലയാക്കുന്ന ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കുകയില്ല. എന്നാൽ സാത്താൻ നിങ്ങളെ താഴ്ത്തി നിങ്ങളെ തള്ളിയിട്ടിരിക്കുക. കർത്താവ് നമ്മളെ ഉയർത്തുമ്പോൾ സാത്താൻ നിങ്ങളെ തള്ളിയിടും. സാത്താൻ നിങ്ങളുടെ മുമ്പ് ദിവ്യാഗ്രഹം കൊണ്ട് വെക്കും. ദൈവമക്കൾക്ക് കൊള്ള പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്. പലിശയ്ക്ക് പൈസ കൊടുക്കുന്നു, കൊള്ള പലിശ കൊടുത്തിട്ട് പണപ്പിരിവ് നടത്തുന്നവരൊക്കെ ഉണ്ടല്ലോ ദൈവമക്കള്. അതൊക്കെ സാത്താനല്ലേ? പിശാചാണ്. ദൈവമക്കൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ചിട്ടി നടത്തുക, ബ്ലേഡ് നടത്തുക, കൊള്ളപ്പലിശ വാങ്ങുക, അതൊക്കെ യഥാർത്ഥത്തിൽ സാത്താൻ അവരെ തള്ളിയിട്ടിട്ട് അവരിൽ കൂടെ ചെയ്തെടുക്കുന്ന. അവരിൽ ദൈവം വസിക്കുന്നില്ല. അവര് വേർപാടും വിശുദ്ധിയുടെ സുവിശേഷകരോ അല്ലെങ്കിൽ വിശ്വാസികളോ അല്ല.
അവർ സാത്താൻ്റെ അനുയായികള. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പം പലരെയും അവൻ സാത്താൻ തള്ളിയിട്ടു. ഹല്ലേലൂയ. നിങ്ങളെ പിശാചി തള്ളിയിടാതെ നിങ്ങൾ നോക്കിക്കണം. നിങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടി ഹല്ലേലൂയ നിങ്ങൾ ശക്തമായി ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കണം. ദൈവത്താൽ നിങ്ങൾ ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി, ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ സാത്താൻ ഉടുതെടുത്ത് നിൽക്കണം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് നമ്മൾ ഈ 2:11 തോന്നുന്നു വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയിട്ടേ അവിടെ പറയാനുള്ളൂ കേട്ടോ, ഓർമ്മയിൽ വന്നതാ. അപ്പം നമ്മൾ ഈ സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവൻ നമ്മെ തള്ളിയിടരുത്. അല്ലേരിയ അവൻ പറയുന്നത് നീ മുട്ടുകുത്തരുത്. അവൻ പറയുന്ന വഴിയോടെ പോകരുത്. ദൈവം വചനം വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ നിൽക്കുന്നെങ്കിൽ, പ്രമാണം അനുസരിച്ച് നടക്കുന്നെങ്കിൽ, ദൈവം തമ്പുരാൻ നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിറവേറുക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങളെ ഉന്നതമായൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ഉന്നതമായ ശ്രേഷ്ഠമായ സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. നിന്റെ തകർച്ചയെ മാറ്റിയിട്ട്, നിന്റെ വീഴ്ചയെ മാറ്റിയിട്ട്, നിന്റെ കഷ്ടതയെ മാറ്റിയിട്ട്, നിന്റെ കണ്ണുനീര് തുടച്ചിട്ട് ഉന്നതമായ ഒരു അനുഭവത്തിലേക്ക് ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ തലയാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുക. തല എന്നത് മുഴുവൻ ശരീരത്തിലെ വിശേഷപ്രദമായ ഭാഗമാണ്. നമ്മുടെ തലയെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ ഭാഗമാണ്. ഈ കഴുത്തെ തലയില്ലെങ്കിൽ എന്തെങ്കിലും നമുക്കറിയാൻ പറ്റും. ഈ തല ഉള്ളത് കൊണ്ടല്ല ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും അതിപ്രധാനമായ ഭാഗമാണ് തല. ഹല്ലേലൂയ, ആമേൻ. ഈ തലയിലാണ് കണ്ണുകളും മൂക്കും ചെവിയും വായും എല്ലാം ദൈവം വെച്ച് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ മനുഷ്യന്റെ തലയ്ക്കുള്ളിൽ എണ്ണമറ്റ കമ്പ്യൂട്ടർ ചിപ്പ് പോലെ ആമെ തലച്ചോറുകളുണ്ടെന്ന്. തലച്ചോറുകൾ ഇങ്ങനെ അടുങ്ങി ഇരിക്കും. അതിൽ അറിവും ജ്ഞാനവും എല്ലാം ദൈവം പകർന്നു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ന് ചിന്തയും വിചാരങ്ങളും ഉണർവും ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും എല്ലാം നീ ഉൾക്കൊണ്ട് നിൽക്കുന്നത് നമ്മുടെ തലയിലാണ്. അപ്പം കർത്താവ് പറയാണ്, നിങ്ങൾ വാലല്ല തലയാക്കുക. നിനക്ക് വാല് തന്നതുകൊണ്ട് ഒരു കാര്യമില്ല, നിന്നെ തലയാക്കുക. തലയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലയിൽ നിനക്ക് വീണ്ടുന്ന ദൈവിക ജ്ഞാനം തരുമല്ലോ. ഈ തലയാക്കുക അങ്ങനെ ഈ തല നിന്റെ ഉള്ളിലോട്ട്, ഈ തലയിൽ നിനക്ക് ജ്ഞാനമുണ്ടെങ്കിലും അറിവുണ്ടെങ്കിൽ മാത്രമേ ദൈവം ആരെന്ന് അറിയത്തുള്ളൂ. എല്ലാവർക്കും തലയുണ്ട്, അതുകൊണ്ട് ദൈവം ആരെന്ന് അറിയണമെന്നില്ല. കർത്താവിന്റെ വചനം അനുസരിച്ച് നടക്കുന്നവനെ ദൈവം ദൈവികമായ ജ്ഞാനത്താൻ നിറയ്ക്കും, അഭിഷേകത്താൻ നിറയ്ക്കും, തലയെ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ തല അധികാരത്തെയും ഭരണത്തെയും വെളിപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ തല അധികാരത്തെ, ഭരണത്തെ. തലയാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പൊ അധികാരമല്ലേ തല? ഹല്ലേലൂയ. ഭരണം നിങ്ങളുടെ തലയുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ കുടുംബത്തെ ഭരിക്കുന്ന, മക്കളെ ഭരിക്കുന്ന, ഭാര്യയെ ഭരിക്കുന്നത്, നിങ്ങൾ സമൂഹത്തെ ഭരിക്കുന്നതൊക്കെ തലയുള്ളത് കൊണ്ടാണല്ലോ. തലയില്ലാത്തവരോട് അധികാരവും ഭരണവും ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് വേണ്ടി അറിയാമോ? ഒന്നും അറിയത്തില്ല. സ്വാഭാവി എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവം നിന്നെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് നിർമ്മിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. നീ ഒരിക്കലും കഷ്ടതയും ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, നീ തകർച്ചയും ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുക, നിന്നെ വാലല്ല തലയാക്കാൻ. തലയാക്കുന്ന ഞാൻ പറയല്ലോ, എല്ലാ അറിവും തന്ന്, ജ്ഞാനവും തന്ന്, എല്ലാ പ്രാപ്തിയും ദൈവം തന്ന് നിന്നെ വിവേകപൂർണനായിട്ട് നിറച്ച്, പരിജ്ഞാനത്തിന്റെ വാസന കൊണ്ട് നിറച്ച്, നീ മറ്റുള്ളവർക്ക് സൗരഭ്യവാസനയാകുന്ന നിലയിൽ ദൈവം നിന്നെ നിറച്ചനുഗ്രഹിക്കാൻ പോവുക. അങ്ങനെ നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് ആകാശത്തിന്റെ കിളിവാതിൽ നിനക്ക് വേണ്ടി തുറക്കും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നെങ്കിൽ, വേർപാടനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ, തലയായവനിൽ നീ കേട്ട് പഠിച്ച് അവന് നീ വിധേയപ്പെട്ടു കൊടുക്കുന്നെങ്കിൽ, ദൈവം നിനക്ക് വേണ്ടി നിന്റെ കണ്ണുനീര് തുടച്ചിട്ട് മാലാഖിയുടെ പുസ്തകം 3-10 പറയുന്നത് പോലെ ആകാശത്തിന്റെ കിളിവാതിൽ നിനക്ക് വേണ്ടി തുറക്കുമ്പോൾ, സ്ഥലം പോരാതെ നിന്നെ നന്മ കൊണ്ട് നിറയ്ക്കുമ്പോൾ, നിന്നെ നിന്ദിച്ചവരും അപമാനിച്ചവരും പരിഹസിച്ചവരും ദുഷിച്ചവരും നീ ഉയരത്തില്ല, നീ ഒരിക്കലും നന്നാകത്തില്ല, ഗതി പിടിക്കത്തില്ല, നിനക്ക് നന്മയുണ്ടാകത്തില്ല, തലമുറ നശിച്ചു പോകും, നീ എന്നും ഇങ്ങനെ കിടക്കത്തുള്ളൂ നിന്നോട് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്താൻ ആഗ്രഹിക്കുക. വചനത്തിൽ നിൽക്കണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. വചനത്തിൽ നിൽക്കണം.
ഞാൻ ഈ പറഞ്ഞതൊക്കെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കർത്താവേ, ഈ തലയ്ക്കകത്ത് വെച്ചിരിക്കുന്ന അറിവും ജ്ഞാനവും വിവേകവും പരിജ്ഞാനവും ചിന്തയും എല്ലാമാണല്ലോ ദൈവം എന്നെ നേരായ പാതയിലേക്ക് നടത്തുന്നത്. ചിലരീ വാലന്റെ തലയാക്കും എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ലാത്ത വല്ലതും ഉണ്ട്. അല്ലേ? തലയാക്കും എന്ന് പറഞ്ഞാൽ ഈ തലയ്ക്കകത്ത് എല്ലാ കഴിവും ഞാനും ബുദ്ധിയൊക്കെ തരുവതാ കേട്ടോ. അല്ലേ? അപ്പൊ അധികമാരും ഭരണത്തെയും കാണിക്കും. കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന്റെ ശിരസിന്മേലാണ്. കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ എവിടാണ്? ഒരു മനുഷ്യന്റെ ശിരസിന്മേലാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയും. ശിരസിന് തലമേൽ തരും നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നത്. നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കുമെന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടും സിയോനിലേക്ക് വരും. അല്ലെ? നിത്യാനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. സാൻമക്കൾ പ്രവാസത്തിലാണ്. മിസ്രൈമിൽ 430 വർഷം അടിമത്തത്തിൽ കിടന്ന ജനത്തെ വിടുവിച്ചു കൊണ്ടുവന്നിട്ട് ദൈവം ചെയ്ത ഉപകാരങ്ങളും ദൈവം നടത്തിയ വഴികളും ഒക്കെ മറന്നുപോയി വീണ്ടും അവർ ദൈവത്തോട് മത്സരിച്ച് പാപം ചെയ്തപ്പോൾ പിന്നത്തേത് ദൈവം അവരെ 70 വർഷത്തേക്ക് ബാബേൽ പ്രവാസത്തിലേക്ക് വിട്ടല്ലേ? ബാബേൽ പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തിന്റെ നടുവിൽ കിടന്ന് ദൈവവചനം ശുശ്രൂഷിച്ച ശക്തന്മാരായിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ശക്തരായിരിക്കുന്ന പ്രവാചകന്മാർ, അവർ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചപ്പോൾ യെശയ്യാവ് പോലെയുള്ളവരോട് പറഞ്ഞു, അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ വീണ്ടെടുപ്പ് പ്രാപിക്കണം. എവിടുന്ന? ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, സാത്താന്റെ കയ്യിൽ നിന്ന്, ജഡത്തിൽ നിന്ന്, ജഡമോഹത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ വീണ്ടെടുക്കപ്പെട്ടവർ ആ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഉല്ലാസഘോഷത്തോടെ അവർ സിയോനിലേക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ നിത്യാനന്ദം അവരുടെ തലമേലിരിക്കും. കാരണം നിത്യാനന്ദം തലമേലിരിക്കുന്നു. അപ്പം തലയല്ലേ വലിയ തലമേലിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും, ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചന എന്നെ കേൾക്കുന്ന ശ്രോതാവെ, നിനക്കുള്ള ദൂത, നീ കർത്താവായ യേശുക്രിസ്തുവിനെ വീണ്ടെടുക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് സിയോനിലേക്ക്, അതോ ദൈവത്തിന്റെ പാപപ്പെടുത്തേക്ക് നീ ഓടി വരുമ്പോൾ നിത്യാനന്ദന്റെ തലമേൽ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന ഈ വചനം പറഞ്ഞ വാഗ്ദത്തം നിനക്കുള്ളതാ. ഹല്ലേലൂയ. നീ കരഞ്ഞതിന് മറുപടി ദൈവം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞ നിത്യാനന്ദയുടെ തലമേൽ ഇരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേക തൈലം എന്നത് ഒരു കിരീടമാണ്. ദൈവത്തിന്റെ അഭിഷേക തൈലം എന്ന് പറയുന്നത് അതൊരു കിരീടമാകട്ടോ. അല്ലേരിയ. ഭൂമിയിൽ നിന്ന് മനുഷ്യൻ വെക്കുന്ന കിരീടമല്ല. അല്ലേരിയ. മനുഷ്യൻ നമുക്ക് ഒരുപാട് കിരീടങ്ങൾ തരും, പക്ഷെ അതല്ല. ദൈവത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ തലമേൽ വെക്കുന്ന ഒരു കിരീടമാണ്. അല്ലേരിയ. അത് നിന്റെ തലമേൽ തരുമെന്ന ദാവീദ് രാജാവ് പറയുകയാണ്. സങ്കീർത്തനം 23 വരുമ്പോൾ ദാവീദ് രാജാവ് പറയുന്നൊരു ഭാഗമുണ്ട്. അല്ലേരിയ. 23-ാം അധ്യായം 5-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. തലയിൽ ഒരു കിരീടം, അഭിഷേകം എന്ന കിരീടം കൊടുക്കുക. ഹല്ലേലൂയ. തല അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ഏത് കഷ്ടതയിലൂടെ കടന്നുപോയാലും, ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും, ദുഃഖത്തിന്റെ കരിനിഴൽ നിന്നെ മൂടിയിരിക്കുകയാണെങ്കിലും, കാർമേക പടലങ്ങൾ പോലെ നിന്റെ ജീവിതം കറുത്തിരുണ്ടിരുന്നാലും, നിന്റെ കുടുംബ അനുഭവത്തിരുന്നാലും, നീ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ കർത്താവ് നിന്റെ തലമേൽ അഭിഷേകം എന്ന കിരീടം അണിഞ്ഞു കഴിഞ്ഞാൽ, അത് വെച്ചു കഴിഞ്ഞാൽ, വലിയ സ്തോത്രം, വലിയ നിന്റെ പാനപാത്രമൊക്കെ നിറഞ്ഞങ്ങ് കവിയാൻ തുടങ്ങും. ഇതൊക്കെ അനുഭവത്തിലൂടെ ദൈവത്തിന്റെ വചനം വിളിച്ചു പറഞ്ഞിവിടെ. ഇന്ന് പറഞ്ഞില്ല, എന്താണ് ഇവിടെ കാണുന്നത്? ശത്രുവായവൻ എതിരായി നിൽക്കുമ്പോഴും നമ്മുടെ നല്ല ഇടയൻ നമുക്ക് വിരുന്നൊരുക്കുന്നതാണ്. ശത്രുവായും നമുക്ക് പ്രതികൂല വിരോധമായി നിൽക്കുക.
അനവധി പ്രതികൂല സാഹചര്യങ്ങൾ, അനവധി ശത്രുക്കൾ നിനക്ക് വിരോധമായി നിന്ന് നിന്റെ കുടുംബത്തെ നോക്കി ആക്രോശിച്ചുകൊണ്ടിരിക്കും, നിന്നെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ നാം നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ദൈവമക്കൾ പോലും ഇന്ന് കൂടോത്രം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ഇത് കൂടോത്രം ശുദ്രം മാത്രവാദമൊക്കെ ചെയ്യുന്നു. സഹോദരൻ തകർക്കുക, സഹോദരിയെ തകർക്കുക, കുടുംബത്തെ തകർക്കാൻ സ്വന്തം കൂടപ്പുറപ്പുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടോത്രങ്ങളും മന്ത്രവാദങ്ങളും ചെയ്യുന്ന വീണ്ടെടുക്കപ്പെട്ടവർ പോലുമുണ്ട്. നിനക്ക് ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല. നീ കൂടോത്രം മന്ത്രവാദം ചെയ്താൽ ഒരു കുറച്ച് കഴിയുമ്പോൾ നിന്റെ കുടുംബത്തിൻ്റെക്ക് അതിന്റെ 4 മടങ്ങായിട്ട് വന്നിട്ട് നിന്റെ കുടുംബം അങ്ങനെ അതിനെ വീണ്ടെടുക്കപ്പെട്ട ദൈവമൊക്കെ കൂടോത്രം ചെയ്യരുത് കേട്ടോ, അല്ലേ? അപ്പൊ നിന്റെ ശത്രുക്കൾ നോക്കി നിൽക്കേ, നിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ നിന്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനാണ്, നമുക്ക് വിരുന്നൊരുക്കുന്നവനാണ് ദൈവം. അപ്പൊ അതിഥിയെ തൈലം പൂശി സ്വീകരിക്കുന്നത് പോലെ പണ്ട് കാലങ്ങളിൽ അതിഥികൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരെ തൈലം പൂശി സ്വീകരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ പുതുകൃപകളെ ദൈവം നിനക്ക് നൽകി അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധാത്മാവിന്റെ പുതിയ കൃപകളെ, അതാണ് നിങ്ങളെ വാലല്ല തലയാകും എന്ന് പറഞ്ഞത്. നിന്റെ തലയെ ദൈവം എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത്, അഭിഷേകം എന്ന കിരീടം വെച്ചിട്ട് നിന്നെ നോക്കി നിന്ന് പകയ്ക്കുന്ന ശത്രുക്കൾ കാണുക, അല്ലെങ്കിൽ ശത്രുക്കൾ കാണുക, ദൈവം നിന്നെ കൃപയാൽ നിന്റെ തലമേൽ കൃപയും കൃപാവരങ്ങളും തന്നു നിറയ്ക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുകയാണ്, കൃപ നൽകിയ അവന്റെ സന്നിധിയിൽ എന്നും അനുഗ്രഹത്തിന്റെ ഉറവ് നിൽക്കാതെയുണ്ട്. അതെ, എന്നുകൊണ്ടുള്ള അഭിഷേകം തലയിൽ ആ കിരീടമൊക്കെ ഒന്ന് വരണം കേട്ടോ, രക്തം ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ കർത്താവില്ല. അപ്പൊ ദാവീദ് അതൊക്കെ പറയുന്നത് അവൻ എത്ര വലുതാണ്. അപ്പൊ നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു എന്നാണ് നമ്മുടെ കർത്താവ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോഴേ നമ്മുടെ തലയിലെ മുടി പോലും അവൻ എണ്ണിയിരിക്കുന്നു. ലൂക്കോസിന് 12-ാമത്തെ 7-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു, ആകിയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ തള്ളിപ്പറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും. കർത്താവിനെ തള്ളിപ്പറയാൻ പാടില്ല. കർത്താവിനെ തള്ളിപ്പറഞ്ഞ കർത്താവ് നമ്മൾ തള്ളിപ്പറയും. അപ്പൊ നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും പൊഴിയുന്നതറിയുന്ന ദൈവം, ഹല്ലേലൂയ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദാവീദിലൂടെ പറഞ്ഞു പറയാൻ, നിന്റെ തലയിൽ അഭിഷേകം എന്ന കിരീടം ദൈവം വെച്ചിട്ട് സകലവിധ ജ്ഞാനത്താലും നിറച്ച് വചനത്തിന്റെ വാതിൽ ദൈവം നിറത്ത് തുറന്നു, വചനത്തിന്റെ വെളിപ്പാടുകൾ ദർശനം നിന്ന് നിന്നെ ദൈവം ഒരു അപ്പോസ്തലനായി മാറ്റുമ്പോൾ, ദൈവം നിന്നെ ഒരു പ്രവാചകനായി മാറ്റുമ്പോൾ, ദൈവം തന്നെ സുവിശേഷകനായി ഇടയനായി മാറ്റുമ്പോൾ, വചനത്തിന്റെ വാതിൽ നിനക്ക് തുറന്നു തരുമ്പോൾ, വചനം വെളിച്ചം നിനക്ക് നൽകി തരുമ്പോൾ, എണ്ണമറ്റ കൃപകളാൽ ദൈവം നിന്നെ നിറച്ചു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ കഷ്ടതകളെല്ലാം മാറി നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് വിശുദ്ധിയോടെ നിൽക്കണം. അതാണ് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട്, ഹല്ലേലൂയ, അത് പ്രമാണിച്ച് നടക്കണം. പ്രൈസ്. വചനം പ്രമാണിച്ച് നടക്കുന്നവർക്ക് ഉയരാൻ പറ്റത്തുള്ളൂ. പ്രൈസ്. ചിലർക്ക് ദൈവത്തെയും വേണം, മാമോനെയും വേണം, ഹല്ലേലൂയ, പഴയ പാരമ്പര്യവും വേണം, ദൈവവും വേണം, ദൈവസഭയും വേണം. അങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരാഴ്ച അവിടെ, ഒരാഴ്ച ഇവിടെ, ഹല്ലേലൂയ, എല്ലാത്തിനും പോകും. ചെണ്ടപ്പുറത്ത് ഓടി വെക്കുന്നിടത്തെല്ലാം പോകുമെന്ന് പറഞ്ഞു പോലെ നീ പോയാൽ നിനക്ക് ഈ എണ്ണ കൊണ്ടുള്ള അഭിഷേകം എന്ന കിരീടം നിന്റെ തലയിൽ വരത്തില്ല. ദാവീദ് എന്നൊക്കെ പറഞ്ഞ വ്യക്തി എണ്ണ കൊണ്ട് തലയിൽ അഭിഷേകം ഒരു കിരീടമായി ധരിച്ചു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ അഭിഷേകം തലമേൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനെ, ഹല്ലേലൂയ, ദാവീദൊക്കെ വളരെ ജ്ഞാനമുള്ളവനായി മാറി, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായി മാറി. അവൻ ജനത്തെ എങ്ങനെ നടത്തണം, നയിക്കണമെന്നൊക്കെ ദാവീദിന് ദൈവം ബോധം കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇസ്രായേലിന്റെ മധുര ഗായകനായി മാറി. പ്രൈസലോ. അപ്പൊ ഈ തലയില്, അതുകൊണ്ട് കർത്താവ് നമ്മള് വാലല്ല തലയാകുന്നു. വാലയിൽ അഭിഷേകം ചെയ്തിട്ട് ഒരു കാര്യമില്ല. വാലയെ കൊണ്ട് കിരീടം വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ സഹോദര? ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ വാലയിൽ നിങ്ങൾ നോക്കിയിട്ട് അതേ കിരീടം വെച്ചാല് ആ വാലയിൽ വെക്കുന്ന കിരീടം വലിച്ചുകൊണ്ട് ഇത് പോവുകയല്ലേ? ആ കിരീടത്തിന് എന്തെങ്കിലും വിലയുണ്ടോ? അതേസമയത്ത് കിരീടം തലയിൽ വെക്കുന്ന കിരീടത്തിന് ഒരു വിലയുണ്ട്. അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ആശ്ചര്യമായൊരു കിരീടമല്ല നമ്മുടെ തലയിൽ വെച്ചിരിക്കുന്നത്. അഭിഷേകം എന്ന കിരീടം തലയിൽ വെച്ച് കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അഭിഷേകമാകുന്ന കിരീടത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന സകല ജ്ഞാനവും ദൈവം നമ്മളുള്ളത് വെളിപ്പെടുത്താൻ തുടങ്ങും.
രക്തം ചെയ്യും. പ്രൈസലോ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ, രക്തം ചെയ്യും. ഇന്നും തലയിൽ കളിമണ്ണുമായിട്ടിരിക്കുന്ന അനവധി ആളുകളുണ്ട്. പ്രൈസലോ, നീ മടങ്ങി വരണം. മടങ്ങി വന്നാൽ നിന്റെ കഷ്ടതയിൽ ദൈവം മാറ്റും. മരുഭൂമിയിൽ നീരുറവയെ തുറന്നു തരും ദൈവം നിനക്ക്. നിന്റെ ജീവിതം മരുഭൂമി പോലെയാണെങ്കിലും വരണ്ട് കിടക്കുന്നത്, വറ്റി കിടക്കുന്ന അനുഭവത്തിലാണ് നിന്റെ ജീവിതത്തിന്റെ കുടുംബമെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് നീരുറവയെ തുറന്ന് അത് ചാലുകളാക്കി ഒഴുകുവാൻ, നിന്റെ ജീവിതത്തിൽ നീരുറവയെ തന്ന് അത് ചാലുകളാക്കി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നീ ദൈവസന്നിധിക്ക് വിധേയപ്പെട്ടവന്റെ വചനം അവന്റെ വചനം കേട്ട് കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ അഭിഷേകം എന്ന കിരീടം നിന്റെ മേൽ ദൈവം വെക്കും. പ്രൈസലോ. അപ്പൊ നിന്റെ സ്ഥിതികളെല്ലാം മാറും. ഹല്ലേലൂയ. അപ്പൊ ദാവീദ് അതുകൊണ്ടാ പറയുന്നത്, അപ്പൊ നിങ്ങളുടെ തലയിലെ മുടി പോലും അല്ലെ എണ്ണിയിരിക്കുന്നു. ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്ക് പുരുഷനുള്ളതുപോലെ, ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവുണ്ടല്ലോ അല്ലെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയ്ക്ക് പല പുരുഷന്മാരാ. ഹല്ലേലൂയ, സ്തോത്രം. ഇവർക്ക് ഭാര്യത്വം. ചിലർക്കാണ് 3-4 ഭാര്യമാരാ, അല്ലെങ്കിൽ 3-4 ഭാര്യമാരാ. അവരൊക്കെ ദൈവത്തെ അനുഗ്രഹിക്കപ്പെട്ടവരില്ല. ഏക ഭാര്യത്വം ദൈവം ആദമേ ഔവയെ സൃഷ്ടിച്ച കാലഘട്ടത്തിലും ഏക ഭർത്താവ് ഏക ഭാര്യ എന്നുള്ളതാണ്. ഹല്ലേലൂയ. പിന്നീട് മനുഷ്യനാണ് ഒന്നുകൂടെ സ്റ്റെപ്പിനിയൊക്കെ പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ട് വന്ന് ഇന്ന് ഒരുപാട് ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത് ദൈവഹിതമല്ല, ദൈവിക കൽപ്പനയല്ല, ദൈവവചനത്തിന് വിരുദ്ധമാണ്, പ്രമാണത്തിന് വിരുദ്ധമാണ്. നിനക്ക് നിന്റെ ജഡത്തിൽ സന്തോഷിക്കും, പക്ഷെ നിനക്കത് ശാപമായി മാറും. നിത്യതയെ പോലും ചെല്ലാൻ പറ്റില്ല. കാരണം അഭിഷേകം വന്ന് കിരീടം നിന്റെ തലയിൽ വരത്തില്ല. അതുകൊണ്ട് ഏക ഭാര്യയുടെ ഭർത്താവ് അല്ലെ, ഏക ഭാര്യയുടെ ഭർത്താവ്, ഏക ഭർത്താവിന്റെ ഏക ഭാര്യ. ഭാര്യയ്ക്ക് ബഹുപുരുഷന്മാരുണ്ടാകരുത്, ഭർത്താവിന് ബഹുഭാര്യമാരും ഉണ്ടാകരുത്. ആദവും ഔവയ്ക്കും. ആദമിനൊറ്റ ഭാര്യ ഔവ, ഔവയ്ക്കൊരൊറ്റ ഭർത്താവ് ആദം. അല്ലേ? അവർക്ക് വേറെ ഭർത്താവ്, ആദമിന് വേറെ ഭാര്യയില്ലായിരുന്നു, ഔവയ്ക്ക് വേറെ ഭർത്താവ് ഇല്ലായിരുന്നു. അതാ വചനം കേട്ടോ. അല്ലേ? ഇന്നത്തെ സ്ഥിതി അവൻ മാറി. അപ്പൊ ഇവിടെ പറഞ്ഞ ഭാര്യയ്ക്ക് ഒരു പുരുഷൻ എന്ന് പറഞ്ഞ ഭർത്താവ് തലയായിരിക്കുന്നു. പുരുഷന് അല്ലിയ കർത്താവ് തല, കർത്താവിന് ദൈവം തല. എനിക്കൊരു വേദപുസ്തകം പറയുന്നുണ്ട് കേട്ടോ. കൊരിന്ത്യർ ലേഖനം വായിച്ചു വരും പൗലോസ് അത് വെളിപ്പെടുത്തുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ കാണുന്നുണ്ട്. കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ, 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്നെ അനുകരിക്കുവിൻ. നിങ്ങൾ സകലത്തിലും നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെ പുകഴ്ത്തുന്നു. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു. ഏത് പുരുഷന്റെ തലയാര? ക്രിസ്തു. ഹല്ലേലൂയ. ഏത് പുരുഷന്റെ തല? ക്രിസ്തു. ഹല്ലേലൂയ. ദൈവം. ഹല്ലേലൂയ. ഏത് പുരുഷന്റെ തല? ക്രിസ്തു. സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം. ഹല്ലേലൂയ എന്ന് നിങ്ങൾ അറിയണം. അപ്പൊ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. അതിന് കീഴ്പ്പെട്ട് വേണം പ്രവർത്തിക്കാൻ. ഹല്ലേലൂയ. അതാണ്, അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് കണ്ടില്ലേ, ലോകം മുഴുവൻ പാപത്തിന് അധീനമായി ജീവിത സാഹചര്യത്തിലൂടെ കടന്നുപോവാ. ദൈവമക്കൾ പോലും ദൈവവചനം അനുസരിക്കാതെ ജീവിക്കുന്ന ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിച്ച നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടക്കണമെന്ന് കൽപ്പനകൾ ദൈവം തന്നിട്ടും ആ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് നിരസിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരം ചില പ്രമാണങ്ങൾ ഉണ്ടാക്കിയിട്ട് ജീവിക്കുന്നവരുണ്ട്. അല്ലേ? ഇന്ന് പല പുരുഷന്മാരും പല സ്ത്രീകളുടെ തലയാ. പല സ്ത്രീകൾക്കും പല പുരുഷന്മാരുടെ തലയുണ്ട്. അല്ലേ? സ്വോത്രം, സ്വോത്രം. അത് മാറണം. സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. അല്ലേ? അതാ നിയമം, പ്രമാണം. അതാ അങ്ങനെ ജീവിക്കുന്നെങ്കിൽ മാത്രമേ സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷന്റെ തല ക്രിസ്തു, അങ്ങനെ ജീവിക്കുന്നെങ്കിൽ മാത്രമേ നിന്റെ തലയിൽ അഭിഷേകം എന്ന കിരീടം വരത്തുള്ളൂ. ബഹുഭാരിത്യം ഉള്ളവന്റെ തലയിൽ അഭിഷേകമില്ല. ബഹുഭാരിത്യം ഉള്ളവനെ അഭിഷേകത്തിൽ ആരാധിക്കുന്നത് കാണുമ്പോൾ ജനം കേൾക്കുന്ന സഹോദരൻ, നീ ചിന്തിച്ചോണം, അവന്റെ മേൽ വലിയൊരു ദുർഭൂതമുണ്ട്. കാരണം ദൈവം ഇഷ്ടപ്പെടാത്തതല്ലേ. പിന്നെ അവൻ പണ്ട് സൈക്കിൾ കയറ്റം പഠിച്ചതാ. അവൻ വീഴുന്നിടം വരെ സൈക്കിൾ കീറുമെന്ന് പറഞ്ഞത് പണ്ട് ഇവിടുന്ന് കിട്ടിയ അന്യഭാഷ കൊണ്ട് അഭിഷേകം കൊണ്ട് ഈ ഭാരിത്വം വെച്ചുകൊണ്ട് ഒരുത്തനെ ആരാധിക്കുന്നുണ്ട്. ഓർക്കണം, അവനിൽ കിടക്കുന്ന ദുർഭൂതം, ദുരാത്മാവ്.
അവനെ നീ അനുഗമിക്കരുത്. അവനെ നീ അനുഗമിക്കുകയോ അവന്റെ പിന്നാലെ പോവുകയോ ചെയ്യരുത്. നിന്റെ തലയിലിരിക്കുന്ന അഭിഷേകം എന്ന കിരീടം നഷ്ടപ്പെടും. അല്ലെങ്കിൽ നിന്നെ വാലല്ല തലയാക്കും. നിന്നെ വാലല്ല തലയാക്കി മാറ്റി അഭിഷേകം എന്ന കിരീടം വെച്ച് ദൈവത്തെ അറിയുവാൻ നിനക്ക് തന്ന കൃപ. ഇതിപ്പോ അതിനും പറഞ്ഞ് വാലല്ല കിരീടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാലല്ല തലയാക്കുന്നൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് യഥാർത്ഥ ബോധ്യം വേണം. അതുകൊണ്ട് വാലിൽ കിരീടം വെക്കത്തില്ല. ലെലിയ സ്തോത്രം, സ്തോത്രം. തലയിലാ കിരീടം. നിന്റെ തലയിൽ എണ്ണയെന്ന അഭിഷേകം എന്ന കിരീടം ഉണ്ടോ ശ്രോതാവേ? നിന്റെ തലയിൽ അഭിഷേകം എന്ന കിരീടം നീ വെച്ചിട്ടുണ്ടോ? നീ കാണുന്നുണ്ടോ? ആത്മീയമായി കാണണം. ഭൂമി മനുഷ്യന്റെ തലയിൽ വെച്ച കിരീടത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലേറിയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ തലയും മുഖവും ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നു. തലയും മുഖവും ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നു. അഴകുള്ള മുഖം എല്ലാവരും ആഗ്രഹിക്കുന്നു. അഴകുള്ള മുഖം എല്ലാവരും. ഞാനൊരു ദൈവദാസൻ എഴുതിയിരിക്കുന്ന പുസ്തകത്തിനകത്ത് ശക്തമായ ചില സന്ദേശങ്ങളും ദൂതുകളൊക്കെ വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് ഓടി വന്ന ചിന്തകളാ. ഹല്ലേലൂയ. ആ ദൈവദാസൻ അതിനെക്കുറിച്ച് ശക്തമായിട്ട് എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സ്തോത്രം. തലയും മുഖവും ഒന്നുകൂടെ ചേർന്നിരിക്കുന്നു. അഴകുള്ള മുഖം എല്ലാവരും ആഗ്രഹിക്കുന്നു. അഴകിനെ ആഗ്രഹിക്കാത്തവരാരാണുള്ളത്? അഴകിനെ ആഗ്രഹിക്കാത്തവര് ആരാണുള്ളത്? നമുക്കറിയാം, ലോകജനം മുഖത്തഴകുണ്ടാക്കാൻ, മുഖത്ത് സൗന്ദര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴുത്തു നിറച്ച് മാലയും കാത് മുഴുവൻ കമ്മലും പിന്നെ മൂക്കുകുത്തി പിന്നെ അവിടെ എവിടെയെല്ലാം പൊട്ടും കുത്തി കണ്ണു വീഴ്ത്തി ഗുരുവും പഠിച്ച് എന്ന് വേണ്ട മുഖത്ത് സൗന്ദര്യം ഉണ്ടാക്കാൻ, അഴകുള്ള മുഖം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ കിടക്കുന്ന എല്ലാ മുക്കുപണ്ടങ്ങളും വാങ്ങിയിട്ട് സ്വർണം മേടിക്കാൻ മാർഗം സ്വർണം മേടിച്ചിടും. സ്വർണം വാങ്ങാൻ പറ്റാത്തവൻ മുക്കുവട്ടം വാങ്ങിയിടാൻ പറ്റാത്തവൻ ഈ വഴിയിൽ കിട്ടുന്ന കച്ചറയെല്ലാം വാങ്ങിയിട്ട് അവരെങ്ങും നടക്കുക. കഴുത്തിലും കണ്ണിലും മൂക്കിലും ചെവിയിലും എന്ന് വേണ്ട എവിടെയെല്ലാം ശരീരം കുത്തി തുളയ്ക്കുക. പിന്നെ കൈയുടെ വിരലിലും കാലിന്റെ വിരലിലും എന്ന് വേണ്ട എല്ലാം വാരി കുത്തി നിറച്ച സൗന്ദര്യം ഉണ്ടാക്കുക. എന്നാൽ ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിൻ്റെതായ ഒന്നും ഉണ്ടാക്കിയെടുത്ത് ലോകത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് മൂക്കും ചെവിയും കാതും ഒന്നും തുളച്ചിട്ടല്ല സൗന്ദര്യം ഉണ്ടാക്കുന്നത്. ദൈവമക്കളെ ദൈവം അല്ലെങ്കിൽ വിളിച്ച് വേർതിരിച്ച് അവർ വാലല്ല തലയാക്കി അവരെ മാറ്റി അവരുടെ തലയിൽ അഭിഷേകം എന്ന കിരീടം വെച്ച് കഴിഞ്ഞപ്പോൾ ദൈവിക സൗന്ദര്യം, ദൈവിക അഴക് ദൈവമക്കളുടെ മുഖത്ത് വന്നു. അതുകൊണ്ടാണ് ദൈവമക്കളുടെ മുഖം അഴകോടെ ഇരിക്കുന്നത്. എന്താന്ന് പറയുക, ഈ അഭിഷേകം എന്ന കിരീടം ഞങ്ങളുടെ തലയിലുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ശോഭിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പോലെ പലതും വാരിക്കൂട്ടിയിടുന്നത് കൊണ്ടല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾക്കൊക്കെ ദൈവത്തിന്റെ അഴകാ. ദൈവമക്കളെ കണ്ടുപിടിച്ച് അവർക്ക് കാതിലില്ല, കഴുത്തിലില്ല, മൂക്കൂത്തിയില്ല, ചെവി തുളച്ചിട്ടില്ല, അവിടെ ഇവിടെ ഒന്നും കൊണ്ട് വെച്ചിട്ടില്ല. കൈയിലെ വിരലിലും കഴുത്തിലും അല്ലെങ്കിൽ പിന്നെ കാലിലും ഒന്നും ചെയ്തിട്ടില്ല, വിരലിലും ഒന്നും ഇട്ടിട്ടില്ല. അവരെ അഭിഷേകം ചെയ്ത ദൈവം. അഭിഷേകം ചെയ്തപ്പോൾ ദൈവിക അഴക്, ദൈവിക സൗന്ദര്യം അവരുടെ മേൽ വന്നു. നമ്മുടെ കർത്താവ് 10,000 സുന്ദരനാ, അതിശ്രേഷ്ഠനാ, വെണ്മയും ചുമപ്പും ഉള്ളവനാ, അഴകുള്ള മുഖമുള്ളവനാ. അഴകുള്ള മുഖമുള്ള കർത്താവ് തന്റെ മക്കൾക്ക് അഴകിനെ കൊടുത്തു. അല്ലേലി അഭിഷേകം തലമേൽ വന്നപ്പോൾ അവൻ അഴകുള്ളവനായി മാറി. പ്രൈസലോട് അല്ലേലിയ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉത്തമഗീതമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലേലിയ, ഉത്തമഗീതം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം, അല്ലേലിയ. ഉത്തമഗീതം 2-ാം അധ്യായം, ഉത്തമഗീതം അല്ലേലിയ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ച്, പാറയുടെ പിളർപ്പിലും കടുതൂക്കിന്റെ മറവിലും അല്ലേലിയ ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നുവെന്ന് ഇവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ എന്ന് പറയുന്നത് പ്രിയന്റെ ആഗമനം ശൂനേക്കാരി വർണ്ണിക്കുക. പ്രിയന്റെ ആഗമനത്തെക്കുറിച്ച് ശൂനേക്കാരി വർണ്ണിക്കുമ്പോൾ പറയുകയാണ്, പാറയുടെ വിളപ്പിലും കടുതൂക്കിന്റെ തുവയും മറയിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഹല്ലേലൂയ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. മുഖത്തിന്റെ അഴക്, മുഖത്തിന്റെ സൗന്ദര്യം, ഹല്ലേലൂയ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളത്, മുഖം സൗന്ദര്യമുള്ള. ഇതാണ് അഭിഷേകം നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ സ്വരം മാറും, നമ്മുടെ സൗന്ദര്യം മാറും.
അല്ലേരിയ. അപ്പൊ ഇവിടെ പ്രിയന്റെ ആഗമനത്തെ കുറിച്ച്, പ്രിയതമന്റെ ആഗമനത്തെ കുറിച്ച് ശൂന്യക്കാരി വർണ്ണിക്കുക. ഈ വാക്യത്തിൽ കാന്ത തന്റെ പ്രിയതമനെ സ്വപ്നം കാണുന്ന കാര്യമാണ് വർണ്ണിക്കുന്നത്. ഉറക്കത്തിലാണെങ്കിലും പ്രിയന്റെ ശബ്ദം കാന്ത തിരിച്ചറിയുന്നു. അല്ലേരിയ. ഇവിടെ ഉറക്കത്തിലാണ് പ്രിയ. അല്ലേരിയ. ശൂന്യക്കാരി ഉറക്കത്തിലാണെങ്കിലും തന്റെ പ്രിയതമന്റെ ശബ്ദം തിരിച്ചറിയുവാൻ അവൾക്ക് കഴിയണമെങ്കിൽ അവളുടെ തലയിലെ അഭിഷേകമാണ്. അല്ലേലിയ. അവൾ പറയാൻ എന്റെ കാന്തയുടെ പ്രിയന്റെ ശബ്ദം ഞാൻ തിരിച്ചറിയുന്നു. അല്ലേലിയ. ആമി സ്തോത്രം. മയക്കത്തിലാണെങ്കിലും ആമി സ്തോത്രം അർദ്ധരാത്രിയിൽ മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളി കേൾക്കുമ്പോൾ ദൈവജന ക്രിസ്തുവിനെ എതിരേൽക്കാൻ ആമി സ്തോത്രം തയ്യാറാകുന്ന കാര്യത്തോടെ പറയുന്നത്. അല്ലേലിയ. അപ്പൊ ഉറക്കത്തിലാണെങ്കിലും ഇവൾ പ്രിയന്റെ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തു സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി പോകുന്ന സമയത്തോ രാവിലെയോ ഏത് സമയത്തെല്ലാം കള്ളനെ പോലെ വരുമെന്ന് പറഞ്ഞ പോലെ പ്രിയന്റെ സ്വരം നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പം ഈ ശൂന്യകാരി പ്രിയന്റെ ശബ്ദം അവൾ ഉറക്കത്തിൽ കേൾക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന സ്വഭാവം നീ കർത്താവിന്റെ വരവിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ അല്ലേലിയ. അത് അർദ്ധരാത്രിയിൽ നമ്മുടെ കർത്താവ് വരുമ്പോൾ ആ പ്രിയന്റെ ശബ്ദം കേട്ട് പ്രിയനോടുകൂടെ നീ എഴുന്നേൽക്കണമെങ്കിൽ, പ്രിയന്റെ മുഖമൊന്ന് കാണണമെങ്കിൽ, പ്രിയന്റെ സൗന്ദര്യം കാണണമെങ്കിൽ, അവന്റെ ശബ്ദം ഒന്ന് കേൾക്കണമെങ്കിൽ നിന്റെ തലമേൽ അഭിഷേകം ഉണ്ടായിരിക്കണം കേട്ടോ. അല്ലേലിയ. നിന്റെ തലമേൽ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ പ്രിയം വരുമ്പോൾ നീ കേൾക്കുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞത്. സ്തോത്രം. അല്ലേലിയ. അപ്പം നിങ്ങൾ കർത്താവ് അർദ്ധരാത്രിയെ വരുന്നെങ്കിൽ, ഒഴുകുന്ന സമയത്താണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ പ്രിയതമന്റെ ശബ്ദം കേൾക്കുക. നീ കേൾക്കുമോ സ്വഭാവി? എന്നെ കേൾക്കുന്ന സഹോദരി, നമ്മുടെ കർത്താവ് ഈ പ്രഭാതത്തിൽ വന്നാൽ നീ കർത്താവിന്റെ ശബ്ദം കേൾക്കുമോ? പ്രൈസലോ. അല്ലേലിയ. അപ്പൊ ഇവിടെ നമുക്ക് അതുകൊണ്ടാണ് വചനം പറയുന്നത്. അല്ലേലിയ. സ്തോത്രം. നമ്മൾ കർത്താവിന്റെ ശബ്ദം കേൾക്കണം. അല്ലേലിയ. അപ്പൊ ഇവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത തല എന്ന് അധികാരപൂർവമായ ചുമതലയെ വഹിക്കുന്ന പ്രധാനപ്പെട്ട അധികാരങ്ങളെ കുറിക്കുന്നു. വാൽ എന്നത് അല്ലേലിയ അധികാരികൾക്ക് കീഴിൽ നിൽക്കുന്ന വലിയ അനുയായികളെ കുറിച്ച് പറയുന്നു. മുതലാളിക്ക് തൊഴിലാളി ഉള്ളതുപോലെ അല്ലേലിയ. സ്തോത്രം. തല അധികാരത്തെ കാണിക്കുന്നു, വാല് അനുയായികളെ കാണിക്കുന്നു. സ്തോത്രം. പ്രൈസലോ. അല്ലേലിയ. സ്തോത്രം. അതനുസരിച്ച് നടക്കുന്നത്. അത് നിന്നെ ഞാൻ തലയാക്കൂ എന്ന് പറയുന്ന കർത്താവ് നിങ്ങളെ ഉയർന്ന ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഉയർന്ന ഉന്നതമായ നിലയിലേക്ക് നിന്നെ ദൈവം കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അതെ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിന്റെ കഷ്ടങ്ങൾ, നിന്റെ നൊമ്പരങ്ങൾ, വേദനകൾ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതെ, നിന്റെ ഉന്നതമായ പദവിയിലേക്ക് താഴ്ചി നിന്നെ ഉയർത്തുവാൻ 136 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ താഴ്ചി നമ്മെ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവന്റെ ദൈവം പറഞ്ഞ പോലെ അതെ നിന്നെ താഴ്ചി ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുക. നീ കേരളത്തിലോ ഭാരതത്തിലോ ലോക രാജ്യത്തിന്റെ ഏത് ഭാഗത്തോ ഏത് പ്രതികൂല സാഹചര്യ കഷ്ടതയുടെ അനുഭവം തീച്ചുള്ളിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽ ദാവീദ് പറഞ്ഞുപോലെ നിന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ വേണ്ടി അവന്റെ വചനം അവധിയിലൂടെ ആജ്ഞാപിച്ച് മന്ത്രം അത് അനുസരിച്ച് നടക്കുവാൻ നിന്നെ വിട്ടുകൊടുത്താൽ നിന്റെ തലമേലി അഭിഷേകം വരും. അപ്പോൾ നിന്നെ വാലെല്ലാം തലയാക്കി മാറ്റും. തലയായവനിൽ നിന്ന് അല്ലോ സകലവും പുറപ്പെടും. തലയിൽ നിന്ന് തലയായ ക്രിസ്തുവിൽ നിന്ന് നിനക്ക് സകല അനുഗ്രഹങ്ങളും നിന്റെ തലമേൽ വരാൻ തുടങ്ങും. പ്രൈസലോ. വചനം പറയുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് വരുക. വിളിച്ചവൻ നിന്നെ കൈവിട്ട് കളയത്തില്ല. നിന്നെ വിളിച്ചവൻ കൈവിട്ട് കളയത്തില്ല. നിനക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങിവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ നിന്നെ വഴിയിൽ കളഞ്ഞിട്ട് പോകുന്നവനല്ല, നിന്നെ ചേർത്ത് പിടിക്കുന്നവനാ. കണ്ണുകളടച്ചാട്ട് സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ നടുവിലൂടെ കടന്നു പോകുന്ന ശ്രോതാവി, നിന്നെ ദൈവം നമ്മെ വാലല്ല തലയാക്കാൻ ആഗ്രഹിക്കുന്നു. തലയെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, തലമേൽ അഭിഷേകം വരും. പ്രേക്ഷണം. വാലിലാരും കിരീടം വെക്കത്തില്ല, തലയിലാണ് ആ കിരീടം എന്ന് പറയുന്ന അഭിഷേകമാണ്. നിന്റെ വാലിലെ തലയാക്കെന്ന് പറയുന്നത് നിന്നെ അഭിഷേകം ചെയ്ത് നീ ആട് വാലായി നടക്കാതെ ദൈവം നിന്നെ ഉയർത്താൻ പോവുകയാണ്.
വിശ്വസിക്കുന്ന ഈ കണ്ണുകളുടെ ചരടും പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈശ്വരയ്ക്ക് പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തിനും കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളുടെ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തയിലും യാചകരും ഓർഫനേജിലും ഹോട്ടലിലും തടവറയിലായിരിക്കുന്നത് ജാതി മത വർണ്ണ വ്യത്യാസം കുടിലുകൾക്ക് ഒട്ടാരതി വരെ പാർക്കുന്ന ലോകരാജ്യങ്ങളുടെ 800 കോടി ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത് അവർ കടന്നു പോകുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരുകളും എല്ലാം മാറി, അവിടെ പരാജയം മാറി, കടന്നു പോകുന്ന ആ ശോധനയിൽ നിന്ന് വിടിവിച്ച് കർത്താവിയെ വാലല തലയാക്കുമെന്ന് പറഞ്ഞ് കർത്താവി ദാവീദിന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് പിന്നെ ദാവീദ് ദൈവികമായ ജ്ഞാനത്താൽ അറിയപ്പെട്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനായി ഇസ്രായേലിൻ വീട്ടിൽ 40 വർഷം 6 മാസം രാജകീയ പദവി അനുഭവിച്ച് രാജകീയ ശുശ്രൂഷ ചെയ്തതുപോലെ കർത്താവ് പുതിയ നിയമസഭയുള്ള ജനത്തിൽ കർത്താവ് ജനത്തിന്റെ അഭിഷേകം പകർന്ന് അവരെ രാജകീയ പുരോഗത വർഗമാക്കി മാറ്റി ദൈവികമായ ജ്ഞാനത്താൽ നിറച്ച് കർത്താവെ അവർ അനേകർക്ക് തലയായിരിക്കാൻ ഈ ജനത്തെ ഒരുക്കണമേ. അവരുടെ സങ്കടങ്ങൾ ദുഃഖം കണ്ണുനീര് മാറട്ടെ. ശാപങ്ങൾ പാപങ്ങൾ രോഗങ്ങൾ വേദനകൾ അഴിയട്ടെ. ദൈവജനത്തെ ദൈവമക്കളിൽ സമയത്ത് ഓർക്കുന്ന സകലരെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ.